നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതൊക്കെ അറിയാവുന്നതല്ലേ? കൃത്യമായിട്ടും എത്തിച്ചിരിക്കണം. എനിക്ക് അതൊന്നും അറിയണ്ട. ഞാൻ അങ്ങോട്ട് വിളിക്കാം. അല്ല, ആന്റി എവിടെ അങ്കിൾ? ആന്റി ഇവിടെ ഇല്ലല്ലോ മോളെ. ഒരു വിശേഷം ഉണ്ടായിരുന്നു. എന്താ ഐശ്വര്യ, ബർത്ത്ഡേ ആഘോഷമാണോ? ഏയ്, ബർത്ത്ഡേ ആഘോഷമൊന്നുമല്ല. പിന്നെ എന്റെ തോൽവി ആഘോഷിക്കാനാ. ഏതെങ്കിലും ഒരു ജയം എന്നെങ്കിലുമൊക്കെ ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്റെ വിജയം എന്നെങ്കിലും ആഘോഷിക്കാൻ വേണ്ടി കാത്തിരുന്നതാ. ഇത് കമ്പനി മേധാവിയാകാനുള്ള പരീക്ഷയിലും തോറ്റു. നമ്മൾ പ്ലാൻ ചെയ്ത കുറെ പദ്ധതികളും പൊട്ടിപ്പോയി. ജയിച്ചിട്ട് ആഘോഷിക്കാൻ കാത്തിരുന്ന അത് നടക്കില്ല. അപ്പൊ പിന്നെ തോറ്റതിന്റെ ആഘോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കഴിച്ചോളൂ. നീ എന്നെ കളിയാക്കുവാണോ? ഞാൻ എന്നെ തന്നെ കളിയാക്കിയതാ. ജയിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞിട്ടും ജയിക്കാൻ വേണ്ടി നടക്കുന്നതിന് എന്നെ തന്നെ കളിയാക്കിയതാ. ആര് പറഞ്ഞു നീ ജയിക്കില്ല? ജയിക്കും. അന്ന് ഞാൻ പറഞ്ഞതുപോലെ അത് വിചാരിച്ച സമയത്ത് ചിലപ്പോ നടന്നില്ല എന്ന് വരും. പക്ഷേ നീ വിജയിക്കുക തന്നെ ചെയ്യും. എന്നെങ്കിലും ജയിച്ചിട്ട് എന്താ കാര്യം ജഗനങ്ങളെ? പാചകത്തിൽ അവള് ജയിച്ചു പോട്ടെ, അടുക്കളക്കാര്യത്തില് അവൾക്കൊരു മിടുക്കുണ്ട്. അടുക്കളയിലെ തീയും പുകയൊക്കെ അവൾക്കൊത്തിരി ഇഷ്ടമാ. പക്ഷേ ബുദ്ധിപരമായ പരീക്ഷയില് അവള് ജയിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. വന്ദന അവളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ അവള് ജയിച്ചത്? ആത്മവിശ്വാസം. വന്ദന പോയപ്പോഴാണത്രേ അവൾക്കൊറ്റയ്ക്ക് ജയിക്കാൻ ആത്മവിശ്വാസം വന്നത്. എനിക്കിരിക്കാൻ പറ്റാത്ത വൈസ് ചെയർപേഴ്സന്റെ കസേരയിലെ അവളും ഇരിക്കരുത്. അവൾ ആ പൊസിഷനിലേക്ക് ചാർജ് എടുക്കുന്നതിന് മുമ്പ് അവള് തീരണം. ഇവർക്കിതെന്തിന്റെ കേടാ? ഒരു മനസമാധാനം തരില്ലല്ലോ. അരുണ്ട അമ്മയാ. അമ്മ, എന്താ അമ്മ? മോളെ, എന്താ കാര്യം? ടിവിയില് ശ്യാമയുടെ ഫോട്ടോ വരുന്നുണ്ട്, ഒന്ന് നോക്കിയേ. ഏത് ചാനലില്? സി കേരളം. അങ്കിളെ, ടിവിയുടെ റിമോട്ട് എവിടെയാ? വനിതാ മുന്നേറ്റത്തിൽ ഇതാ പുതിയൊരു അധ്യായം. വർമ്മ കമ്പനിയുടെ തലപ്പത്തേക്ക് ഒരു വനിത കടന്നു വരികയാണ്. കമ്പനിയുടെ വൈസ് ചെയർപേഴ്സണായി ശ്രീമതി ശ്യാമ നിയമിതയായിരിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ശ്യാമ തന്റെ നേട്ടങ്ങൾ മുഴുവൻ സമർപ്പിക്കുന്നത് ഭർത്താവ് അഖിലിനാണ്. അവളുടെ ഒരു അഖിൽ സാർ കൊല്ലണം, അവളെ കൊല്ലണം. തകർക്കും ഞാൻ. ഐശ്വര്യ, എന്തായി കാണിക്കുന്നേ? ഐശ്വര്യ പറയുന്നേക്ക്. ഐശ്വര്യ വാ, ഇരിക്കും അവിടെ, ഇരിക്കും. അവളുടെ ഒരു അഖിൽ സാർ നശിപ്പിക്കും ഞാൻ എല്ലാത്തിനെയും. അവളുടെ പേരുകൊണ്ട് മനുഷ്യന് സ്വസ്ഥതയില്ലാതായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.